ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മേടിച്ച ഒരു സാധനത്തിന്റെ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നത്. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു, അതിപ്പം വാങ്ങിക്കാൻ സമയമായി എന്ന് തോന്നിയത് കൊണ്ട് ഒരെണ്ണം മേടിച്ചതാണ്. സാധനം അതിന്റെ കൂടെ പ്രതീക്ഷിക്കാതെ മേടിച്ചതാണ്. അതെന്തായാലും നല്ല ഉപയോഗമുള്ള ഒരു സാധനം കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് താമസിപ്പിക്കാനില്ല, ഇങ്ങോട്ട് മച്ചമ്പി പറ. അൺബോക്സിംഗ് വീഡിയോ ഒരു 1 hour. ഇതാണ് ഗൈസ് ആ ഒരു സാധനം, നമ്മുടെ UPS, പവർഫുൾ ആയിട്ടുള്ള UPS. നമ്മുടെ സാധാരണ PC-ക്കൊക്കെ, ഒരു നോർമൽ PC-ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 2000 ആ ഒരു റേഞ്ചിനകത്ത് പറഞ്ഞ UPS-ന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇത് അത്യാവശ്യം നല്ല വിലയുണ്ട്, അതുപോലെ തന്നെ വെയിറ്റും ഉണ്ട്. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 7.2 കിലോയാണ് സുഹൃത്തുക്കളെ. സാധാരണ UPS ഒക്കെ നിങ്ങൾക്ക് ഒരു 15 to 20 മിനിറ്റ് ഒക്കെ പവർ ബാക്കപ്പ് തരുമെങ്കിൽ ഇത് 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ ഉള്ള നമുക്ക് പവർ കിട്ടുന്നതാണ്. ഒരു പവർഫുൾ യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഉപയോഗം വരുന്ന ഒരു സാധനമാണിത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ലൈക്ക് എന്താ ഇൻവെർട്ടർ മേടിച്ചു വെച്ചാൽ പോരെ എന്നൊക്കെ പറയാം. പക്ഷെ ഒരു PC-ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു UPS ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസർ ഒക്കെ ആണെങ്കിൽ ഒരു മോണിറ്ററിന് മാത്രം സ്റ്റെബിലൈസർ ഒക്കെ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനേക്കാളും ഒരു പവർഫുൾ UPS വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സാധനമാണ്. ഇതിൽ നമുക്ക് 720 വാട്ട് വരെ ഇത് നമുക്ക് വലിക്കും. ഈ ഒരു സാധനം എപ്പോഴെപ്പോഴും എടുത്ത് പൊക്കാൻ വയ്യട. LED ഡിസ്പ്ലേ പരിപാടിയൊക്കെ ഈ കാണുന്ന LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി മോഡ്, അതായത് ബീപ്പ് വൺസ് ഇൻ എവരി 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി മോഡിലോട്ട് പോകുമ്പോൾ 30 സെക്കൻഡിൽ ഒരു ബീപ്പ് അടിക്കും. അതുപോലെ തന്നെ ലോ ബാറ്ററി ആണെങ്കിൽ 2 സെക്കൻഡിൽ ഓരോ ബീപ്പ് അടിക്കും. അതുപോലെ തന്നെ ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ 0.5 സെക്കൻഡിൽ ബീപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അതായത് ബീപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സൗണ്ട് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഉപയോഗങ്ങളുണ്ട്. മറ്റേ സാധനമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഇഷ്യൂസ്, ഫ്ലക്ച്വേഷൻ അങ്ങനത്തെ സാധനമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാനൊന്നും പറ്റത്തില്ല, അത് അടിച്ചു പോവാറാണ് പതിവ്. ഇതിലാണെങ്കിൽ നമുക്ക് അതെല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 4 പോർട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. എന്തായാലും സാധനം നമുക്ക് പൊട്ടിക്കാം. ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ, എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അല്ലാതെ കാണിച്ചു തരാം, അതേ നടക്കുള്ളൂ. ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ നടക്കൂല. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആ ഒരു വയർ കാണാം സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞ് ഇതിനെ പൊക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഒന്നാതെ വെയിറ്റ് 1.5 കിലോ ഈ തെർമോക്കോളിൽ പൊക്കി എടുത്താൽ നമുക്കിങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടും. എനിക്കത് വേറെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസർ മാനുവലാണ് കേട്ടോ ഉള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആണ് പറഞ്ഞത്. ഫാസ്റ്റ് ചാർജർ FR1250 എന്ന് പറയുന്ന LCD UPS ആണ്. LCD എന്ന് പറഞ്ഞാൽ അതിൽ ഡിസ്പ്ലേ വരുന്നതുകൊണ്ടാണ്. ഇത് എന്തൊക്കെ ഉപയോഗങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ഇത്ര 20 സെന്റിമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും ഗ്യാപ്പ് ഇട്ടോണം വെക്കാൻ. മറ്റേ വീട്ടിൽ ചില വീടൊക്കെ വെക്കുമ്പോൾ ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ കണ്ടിട്ടില്ല, ഒരു ഇടുങ്ങിയ മൂലക്കകത്ത് കയറ്റിയിട്ട്. അങ്ങനെയൊന്നും വെക്കൊന്നും വേണ്ട. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ പറഞ്ഞു തരാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കുക. ഇത് സുഹൃത്തുക്കളെ ഇരിക്കുകയാണ് നമ്മുടെ ഫിംഗേഴ്സിന്റെ UPS. കാണാമോ? ഇവിടെ 4 പോർട്ട് ഉണ്ട്. ബുദ്ധിമാന്മാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്കർ പറഞ്ഞുണ്ട്, നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ബ്രേക്കർ പറഞ്ഞുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇതിൽ വേറെ കാണിക്കാനായിട്ടൊന്നും ഇല്ല. ഒരു 3 പിൻ തന്നെയാണ് പറഞ്ഞത്. വേണ്ട. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ആദ്യമായിട്ട് എടുത്തത് കൊണ്ടൊരു മിനിമം ഒരു 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യണം കേട്ടോ. അതായത് ഫസ്റ്റിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാതെ നമ്മൾ 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ പിടിച്ച് മോണിറ്റർ ബാക്കി PC കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. എനിക്ക് ഇപ്പൊ ഈ ഒരു മോണിറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല വേറൊരു സാധനം ഉണ്ടെന്ന്, അത് അടുത്ത അൺബോക്സിംഗിൽ കാണിക്കാം. ഒരു കിട്ടുന്ന സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രം കൊടുത്താൽ മതി. ഇപ്പം ഇത് ബാക്കിയെല്ലാം കൂടെ കൊടുക്കാനാണ്. അപ്പം ഇത് ഓൾറെഡി എനിക്കൊരു UPS ഉണ്ട്, അതിന് ഞാൻ എന്തായാലും എടുത്ത് മാറ്റും. അപ്പം ഇതെല്ലാം കൂടെ അതിൽ കൊടുക്കുന്നു. അടുത്ത് നമുക്ക് ഇപ്പം ഒരു PC ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം കോമ്പോണൻസിന്റെ റേറ്റ് ഒക്കെ മാറുന്നത് കൊണ്ട് ഇപ്പോഴേ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗമാവും. വലിയ അപ്ഗ്രേഡ് ഒന്നും നമുക്ക് ചെയ്യേണ്ടി വരില്ല. ഒരു കിട്ടുന്നൊരു സാധനം ഉടനെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും ഈ ഒരു സാധനമൊക്കെ നമുക്ക് മുതൽക്കൂട്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊരു 90 മിനിറ്റ്സ് എങ്ങനെ പോയാലും 1 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും. 90 മിനിറ്റ് എന്നൊക്കെ പറയണത് നമുക്ക് 60 മിനിറ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും റെൻഡർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എങ്ങനെ പോലും 4K സാധനം എടുക്കുമ്പോൾ 10-15 GB വരും. അപ്പൊ അതൊക്കെ റെൻഡർ ചെയ്തെടുക്കുക, അതുപോലെ സമയം വേണം. അപ്പൊ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് ആവാതിരിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗമാവും. ടക്കൻ ഓഫ് ആവാതിരിക്കാനൊക്കെ അതിനൊക്കെയാണ് ഇത് സത്യം പറഞ്ഞാൽ യൂസ്ഫുൾ ആവുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോർമൽ UPS-ലോട്ട് തന്നെ പോവാം. നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് സാധനമാണിത്. 2 വർഷം വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തത്, ഓൺലൈനൊന്നും അല്ല എടുത്തത്. മോണിറ്റർ അതുപോലെ ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തത്. മോണിറ്റർ എടുക്കാൻ പോയാണ് കോമഡി. ഈ സാധനം സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയല്ല, മനസ്സിലുണ്ടായിരുന്നു. ഇത് വാങ്ങിക്കാനായിട്ട് പോയാൽ വാങ്ങിക്കുമെന്നറിയാം. അല്ലാതെ നമ്മൾ ലൈക്ക് എവിടെയെങ്കിലും പോണ സമയത്ത്, ഇപ്പം ലുലുവിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഇവിടെയൊക്കെ പോണ സമയത്ത് ഈ ഒരു സാധനം ഇത് നമുക്ക്
അവൈലബിലിറ്റി കുറവാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം കിട്ടണ കുറവാണ്, അവിടെ ഇരിക്കണ മേടിച്ചുകൊണ്ട് വരേണ്ടിയൊക്കെ വരും. അപ്പം വേറൊരു ആവശ്യമായിട്ട് ഒരു സാധനം സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നതാണ്. എന്തായാലും കൊള്ളാം. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും മറ്റേ മോട്ടറിന്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇതിന് ചാർജ് ഒക്കെ ചെയ്തിട്ട് മോട്ടറിന്റെ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് അത് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഇതിന്റെ പവർ, ഇതിന്റെ കാണാനുള്ള ബാക്കി LED ഒക്കെ കത്തിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളതിനൊക്കെ പറ്റി കാണിച്ചു തരാം. ഇവിടെ ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അലിച്ചിളക്കാം, ഇല്ലെങ്കിൽ വെച്ചേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കിടിലൻ വീഡിയോസ് ഓർമ്മയുണ്ടേ. ഓണാക്കുമ്പോൾ കുറച്ച് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മുകളിൽ കാണിക്കണ, ഈ മുകളിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട്, അതായത് കറണ്ട് ഇതിനകത്തോട്ട് കയറുകയാണ് എന്നുള്ള സാധനമാണ് കാണിക്കുന്നത്. ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, അതായത് പുറത്തോട്ട് പോകുന്നത്. ഇപ്പൊ ഞാൻ പുറത്തോട്ടൊന്നും കണക്ട് ഇല്ല, ചാർജ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. പുറത്തോട്ട് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇവിടെ AC മോഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് അകത്തോട്ട് കയറുന്നതാണ് ഇവിടെ ഈ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കയറി പോകണ കണ്ട, അകത്തോട്ട് കയറുന്നതാണ് ഈ കാണിക്കുന്നത് കണ്ട. ഇപ്പൊ ഇവിടെ പവർ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് 0 കാണിച്ചിട്ട് ഇവിടെ നിന്ന് UPS-ൽ നിന്നും നമ്മുടെ PC-ലോട്ടൊക്കെ പോകണതാണ് ഇവിടെ കാണിക്കും. ഇപ്പൊ PC-ലോട്ടൊന്നും പോകാത്തതുകൊണ്ടാണ് ഇവിടെ 0 കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കാണിക്കും, എത്ര ലോഡ് എടുക്കുന്നു എന്നുള്ളതും കാണിക്കും കേട്ടോ. നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ നമ്മൾ കറണ്ടിലും കൊടുത്തിട്ട് ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഓവർലോഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു എറർ കാണിക്കുന്നു പറഞ്ഞില്ലേ, ആ ഒരു എറർ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കും. അവിടെയാണ് എറർ കാണിക്കുന്നത്, എറർ ആയി എന്ന് കാണിക്കുന്നത്. അപ്പോൾ വലിച്ചു ഊരിയിട്ട് നമ്മൾ ഏതാണ് പ്രശ്നം എന്നുള്ള കാര്യം നോക്കുക. അത്രയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധനങ്ങൾ. ആൻഡ് ഈ UPS ഓൺ ആക്കാൻ നമ്മൾ ലോങ് പ്രസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൺ ആയിട്ടുണ്ട് കണ്ടോ. അതിപ്പം ഇതിനകത്തോട്ട് കയറുന്നു, ഇത് പുറത്തോട്ട് കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു എന്നുള്ള സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ആവണത് വരെ നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 0 ആയിക്കോളും. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് ഓണും ഓഫും ആക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ.